കൊല്ലം കടപ്പാക്കട സ്വദേശിയായ വിഷ്ണുവിനെ അവൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ ലാളിച്ചു വളർത്തിയതാണ്. കുട്ടിക്കാലം മുതൽ പഠിക്കാൻ അതിസമർത്ഥൻ. പഠനശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിയും ലഭിച്ചു. എന്നാൽ ഉയർന്ന ശമ്പളമുള്ള ആ ജോലി ഉപേക്ഷിച്ച് വിഷ്ണു തിരികെ എത്തിയതോടെയാണ് കുടുംബത്തിൻ്റെ ദുരിതകാലം തുടങ്ങിയത്. മാനസിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന മകൻ വീട്ടിൽ കലഹമുണ്ടാക്കുന്നത് പതിവായി. അമ്മ രമ മകളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് താമസം മാറിയെങ്കിലും അവനെ വിട്ടുപോരാൻ അച്ഛന് മനസ്സ് തോന്നിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വിഷ്ണു വീട്ടിൽ വീണ്ടും വലിയ ബഹളമുണ്ടാക്കി. പിന്നീട് നാട്ടുകാരും പ്രിയപ്പെട്ടവരുമെല്ലാം അറിഞ്ഞത് ഒരു ദുരന്ത വാർത്തയാണ്. മകനെ കൊലപ്പെടുത്തിയ ശേഷം അഭിഭാഷകനായ അച്ഛൻ ശ്രീനിവാസപിള്ള തൂങ്ങി മരിക്കുകയായിരുന്നു. വിഷ്ണുവിൻ്റെ അമ്മ രമ തിരുവനന്തപുരത്ത് മകളോടൊപ്പമായിരുന്നു താമസം. അച്ഛനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ് മകൾ വിദ്യ വീട്ടിലെത്തിയത്. വീടും ഗേറ്റും പൂട്ടിയിരുന്നു. പരിശോധിച്ചപ്പോൾ വീടിനുള്ളിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. ഉടൻ നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ് ഹാളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു വിഷ്ണുവിൻ്റെ മൃതദേഹം. മുറിയിലെ ഫാനിലാണ് ശ്രീനിവാസപിള്ളയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ശ്രീനിവാസപിള്ള ആത്മഹത്യ ചെയ്തു കാണുമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നെ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. അപ്പം ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ ബാസി സഖാവ് അദ്ദേഹമാണ് പറഞ്ഞത്, ഇന്നടക്ക് വീട്ടിലെ വിഷ്ണുവിനെ അച്ഛൻ വെട്ടിക്കൊന്നിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നപ്പം ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കാണ്. പെങ്ങൾ വിളിച്ചിട്ട് കാണാത്തതുകൊണ്ട് അവർ മതിൽ ചാടി ഇറങ്ങിയപ്പോഴാണ് കൺഫേം ആക്കിയത്. അപ്പോൾ ഇതുവരെ ഗേറ്റൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ആൾക്ക് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ളേ വിഷ്ണു എന്ന് പറയുന്ന പയ്യന്. അപ്പോൾ അച്ഛൻ അഡ്വക്കേറ്റാണ്, നല്ല വ്യക്തിയാണ്. അച്ഛനെയും അമ്മയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു ആൾ. അതായത് ചെയിൻ സ്മോക്കറും. സംസാരിക്കുകയാണെങ്കിൽ നിർത്തത്തില്ല, മണിക്കൂറുകളോളം സംസാരിക്കും. പിന്നെ ഇവിടെ കാണുന്ന ഈ ബോർഡുകളൊക്കെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. ആൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നതാണ്. ഇവിടെ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നു നമ്മളോട് തന്നെ പറയും. അപ്പം ടാക്സിന് വരുമ്പോൾ ഇത് കാണുമ്പം ടാക്സ് കൊടുക്കാനില്ല. കാര്യം ആളുടെ മാനസിക ഇതിന് വേണ്ടിയിട്ട് അച്ഛൻ ചെയ്യിക്കുന്നതല്ല. ഒരിക്കൽ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി കാലൊക്കെ ഒടിഞ്ഞ് ഞാൻ വരുമ്പോൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി അച്ഛനും മകനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വിഷ്ണുവിൻ്റെ പഠനവും തുടർന്ന് SBIയിലെ ജോലിയുമെല്ലാം തമിഴ്നാട്ടിലായിരുന്നു. ജോലി രാജിവെച്ചാണ് നാട്ടിലേക്ക് എത്തിയത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറയുന്നു. ലൈഫ് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുള്ള ലൈഫല്ല. സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. വസ്തുക്കളൊക്കെ പലയിടത്തൊക്കെ കിടപ്പുണ്ട്. പിന്നെ പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന മകൻ ഇച്ചിരി മാനസിക രോഗിയാണ്. പിന്നെ എപ്പോഴും ചെയിൻ സ്മോക്കറാണ്. നിരന്തരം ബഹളമൊക്കെ ആണ് വീട്ടിൽ. നേരത്തെ ബാങ്ക് ജോലിയായിരുന്നു. അപ്പോൾ ബഹളമൊക്കെ ആണ്. സാറ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസപിള്ള എന്ന് പറയുന്ന അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം പണ്ടോട്ടെ കോടതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം സഹിച്ചാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും തീരെ നിവൃത്തിയില്ലാതെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യത്തിലേക്ക് സാർ മുതിർന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിവിധ സ്ഥാപനങ്ങളുടെ പേരിലുള്ള ബോർഡുകൾ വീടിന് ചുറ്റും വിഷ്ണുവിൻ്റെ താൽപ്പര്യപ്രകാരം അച്ഛൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും പ്രവർത്തനമുള്ളതല്ല. വിഷ്ണുവുമായി വീട്ടുകാർ പ്രശ്നത്തിലായിരുന്നതായും നാട്ടുകാർ പോലീസിന് മൊഴി നൽകി. ഫോറൻസിക് വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.